ഈ ഗ്രീൻ ചിക്കൻ കറി ട്രെൻഡ് മാറിയോന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഇപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ചിക്കൻ എല്ലാം കഴുകി വാരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സ്പൈസസ് എല്ലാം, പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റമായ മല്ലിയിലയും പുതിനയിലയും, പിന്നെ കുറച്ച് പച്ചമുളകും, പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും, കുറച്ച് തൈരും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇതെല്ലാം കൂട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. മിക്സി എപ്പോൾ ഓണാക്കിയോ അപ്പോഴെല്ലാം കല്ലോടെ ഹാജരാകും കേട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അരച്ചെടുത്തെല്ലാം ചിക്കൻ്റെ അകത്തേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം കുറച്ച് സവോള നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുക്കുക. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക, കുറച്ച് പെരിഞ്ചീരകം ഇടുക, പിന്നെ അരിഞ്ഞു വെച്ച സവോള ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും അല്പം മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കനിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് വെള്ളം ഒഴിക്കാതെ മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ചിക്കൻ്റെ അകത്ത് വെള്ളത്തിൽ തന്നെ കിടന്നത് വെന്തോളുവേ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ ഇവിടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ.